ഇപ്പോൾ ഈ FCRA നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാതെ 1976 തന്നെ ഈ നിയമം കൊണ്ടുവന്നതാണ്. അന്ന് ഇങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ആരെങ്കിലും ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമം അന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം 2010 നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും കൃത്യമായിട്ട് ഈ സംഘടനകൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമമുണ്ട്. അപ്പം ആ നിയമങ്ങളെല്ലാം പര്യാപ്തമാണ്. ഇപ്പം നിലവിൽ എന്തെങ്കിലും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് അതിൽ തന്നെയുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കൃത്യമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ ഹനിക്കുന്നതിൽ, നിയമനിർമ്മാണത്തിലൂടെ ഹനിക്കുന്നതിൽ ഈ ഗവൺമെന്റ് മുന്നിലേക്ക് വരിക. നമുക്കറിയാം 2025 ഏപ്രിൽ 2, 3 തീയതികളിലാണ് വഖഫ് ബോർഡ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവരുടെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു നിലപാടുകൊണ്ടാണ്. ഇതുതന്നെയാണ് വീണ്ടും ഇപ്പോൾ ഈ നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല മറ്റ് ജനവിഭാഗങ്ങൾക്കെല്ലാം തന്നെ ദ്രോഹകരമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമം പാസ്സാക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥാപനങ്ങൾ വേണമെങ്കിലും പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതിയായിട്ടാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും വലിയ ആശങ്ക നമ്മുടെ രാജ്യത്ത് ആകെ ഉയർന്നു വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് അവർക്ക് തന്നെ തിരിച്ചറിയാവുന്ന ഒരു ഭേദഗതിയല്ലേ? തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യം ആലോചിക്കുമ്പോൾ, കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാകും എന്നുകൂടി ആലോചിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് കേരളത്തിലെ പ്രശ്നമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ നേട്ടം എത്ര കണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും. കേരളത്തിൽ ശക്തമായ പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതസംഘടനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് CPM. ഇന്ന് പാർലമെന്റ് കവാടത്തിൽ 10:30 സമരമുണ്ട്. അതിനുശേഷം ബില്ല് സഭയിൽ വരികയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതൊരു സംയുക്തമായിട്ടുള്ള ഒരു സമരമാണോ? UDF-ഉം LDF-ഉം ഒരുമിച്ചാണോ സമരമുള്ളത്? ഇന്നത്തെ പാർലമെന്റ് മുമ്പിൽ സമരം ഒന്നിച്ചാണ്. മറ്റു രീതിയിൽ ഓരോ സംഘടനകളും പ്രത്യേകം സമരങ്ങളും നടത്തും സംസ്ഥാനത്ത്. സംവിധായകൻ ഇപ്പൊ അത് വേണ്ട, ഇത് മേജർ ഇഷ്യൂ നിൽക്കുമ്പോൾ അത് ഇഷ്യൂ അല്ലാന്നല്ല, അത് നിയമ നടപടി എടുത്തല്ലോ, ആ വഴിക്ക് പോട്ടെ.